നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് വാട്സപ്പിനകത്ത് ചെറിയൊരു ട്രിക്കാണ്. പലപ്പോഴും പല ആളുകൾക്കും അതിനെക്കുറിച്ച് അറിയില്ല. അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. അറിയുന്ന ആളുകൾ അറിയാത്തവർക്ക് വേണ്ടി വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ വാട്സപ്പ് സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു QR കോഡ് നമുക്ക് തരാറുണ്ട്. വാട്സപ്പിൻ്റെ QR കോഡ് പലപ്പോഴും പല ആളുകൾക്കും അതെങ്ങനെ സ്കാൻ ചെയ്ത് വാട്സപ്പിലേക്ക് ചാറ്റ് ചെയ്യുക എന്നുള്ളത് അറിയില്ല. നമ്മൾ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കും, നമ്പറിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ചാറ്റ് ചെയ്യാൻ എല്ലാവർക്കും അറിയും. പക്ഷേ ഒരു QR കോഡ് കിട്ടിയാൽ ആ QR കോഡ് എങ്ങനെ സ്കാൻ ചെയ്യുക എന്നുള്ളത് പല ആളുകൾക്ക് അറിയുന്നില്ല. കഴിഞ്ഞ ദിവസം ഒരു സെൻറ്ററിൽ പോയ സമയത്ത് ആ ഒരു സംഭവം കാണാൻ സാധിച്ചു. ഒരാൾക്ക് സ്കാൻ ചെയ്യാൻ അറിയുന്നില്ല. അപ്പോൾ അയാൾ പലരോടും അത് ആവശ്യപ്പെടുന്നുണ്ട്, ഇത് എങ്ങനെ സ്കാൻ ചെയ്യുന്നു. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ അത് കാണിക്കുകയാണ്. ഏതെങ്കിലും അറിയാത്ത ആളുകളുണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പ്രത്യേകിച്ച് വീട്ടിലുള്ള പ്രായമുള്ള ആളുകളൊക്കെ ഫോണെടുത്ത് ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ പുറത്ത് പോകുന്ന സമയത്ത് അവർക്ക് ആരെങ്കിലും ഏതെങ്കിലും ഓഫീസിൽ പോകുന്ന സമയത്ത് അവർക്ക് അവരുമായി വാട്സപ്പിൽ ചാറ്റ് ചെയ്യാനോ ഡോക്യുമെൻ്റുകൾ അയച്ചു കൊടുക്കാനൊക്കെ QR കോഡായിരിക്കും അവിടെ ഓഫീസിൽ ഒട്ടിച്ച് വെച്ചിരിക്കുക. അപ്പോൾ ആ QR കോഡ് എങ്ങനെ സ്കാൻ ചെയ്തുകൊണ്ട് നമുക്ക് ചാറ്റ് ചെയ്യാന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ അതിനു വേണ്ടി എൻ്റെ ഒരു വാട്സപ്പ് ഓപ്പൺ ചെയ്യാണ്. വാട്സപ്പ് ഓപ്പൺ ചെയ്ത് വാട്സപ്പിൻ്റെ ഏറ്റവും മുകളിൽ നമുക്ക് ഒരു ക്യാമറയുടെ ചിഹ്നം കാണും. ഏറ്റവും മുകളിൽ കാണുന്ന ക്യാമറയുടെ ചിഹ്നത്തിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത് കാണാൻ സാധിക്കും ക്യാമറ ഓപ്പൺ ആയിരിക്കുന്നത്. ഈ ക്യാമറ ഓപ്പൺ ആയിരിക്കുമ്പോൾ അപ്പോൾ ചുവരിലെവിടെയെങ്കിലും നിങ്ങളുടെ ആ QR കോഡ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ എൻ്റെ മറ്റൊരു ഫോണിൽ നിന്ന് ആ QR കോഡ് ഇവിടെ നിന്ന് കാണിച്ചു തരാണ്. കാണാൻ സാധിക്കും. ജസ്റ്റ് ഞാനത് വെച്ച് കൊടുത്തപ്പോൾ തന്നെ ആ വ്യക്തിയുടെ വാട്സപ്പിലേക്ക് ഡയറക്റ്റ് പോയി. അയാൾക്ക് ജസ്റ്റ് ഹായ് മെസ്സേജ് അയച്ച് അയാൾക്ക് ചാറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്താണോ ഡോക്യുമെൻ്റ് അയച്ചു കൊടുക്കാനുള്ളതെങ്കിൽ അത് ഈസിയായിട്ട് അയച്ചു കൊടുക്കാൻ സാധിക്കും. അതാണ് ഏറ്റവും ബെറ്റർ. മൊബൈൽ നമ്പർ വാങ്ങി നമ്മുടെ ഫോണിലേക്ക് ടൈപ്പ് ചെയ്ത് ക്ലിക്ക് ചെയ്ത് ചാറ്റ് ചെയ്യുന്നതിനേക്കാളും ഏറ്റവും എളുപ്പം ഇത്തരത്തിലൊരു QR കോഡ് സ്കാൻ ചെയ്യുന്നതാണ്. അപ്പോൾ ഏതെങ്കിലും ഓഫീസിലൊക്കെ പോയാൽ നിങ്ങൾക്ക് കാര്യമായിട്ട് ഒരു QR കോഡ് ഒട്ടിച്ച് വെച്ചിട്ടുണ്ടാവും. അവർക്ക് ചാറ്റ് ചെയ്യാൻ ഇതിലൂടെ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ചെറിയൊരു ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരുപാട് പേർക്ക് ഈ ഒരു ഫീച്ചർ അറിയാത്തതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.